6ാം ക്ലാസ്സിലെ മക്കളെ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് തോട്ട്സ് തയ്യാറാക്കുക എന്നുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ചോദ്യം റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോലും 6ാം ക്ലാസ്സുകാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൃത്യമായിട്ട് അതിന് ഉത്തരം എഴുതാൻ നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത്, തോട്ട് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഫസ്റ്റ് പേഴ്സണിൽ എഴുതണം എന്നാണ്. അപ്പോൾ ആ ക്യാരക്ടർ നമ്മളാണ് എന്ന് അങ്ങ് സങ്കല്പിക്കുക. ഓക്കെ, നമ്മളാണല്ലോ ചിന്തിക്കുന്നത്, പക്ഷേ നമ്മൾ ആ ക്യാരക്ടർ ആണെന്ന് കരുതി വേണം ചിന്തിക്കാൻ. അപ്പം എന്ത് ചെയ്യാണ്, ചിബി ആണെങ്കിലും മൊയിന ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും എല്ലാം നമ്മളാണ് എന്നങ്ങോട്ട് സങ്കല്പിച്ചിട്ട് ഫസ്റ്റ് പേഴ്സണിൽ എഴുതുക. ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് വേണം, ഐ, മീ, മൈ, മൈൻ, അവർ, ഇങ്ങനെയുള്ള രീതിയിൽ വേണം എഴുതാൻ അല്ലേ. കാര്യം എന്താണ്, ഈ ക്യാരക്ടറുകളെല്ലാം നമ്മളാണെന്ന് സങ്കല്പിക്കണം, എന്നിട്ട് വേണം എഴുതാൻ. അല്ലാതെ ചിബി ഈസ് തിങ്കിങ് അല്ലെങ്കിൽ മൊയ്ന ഈസ് തിങ്കിങ് എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. രണ്ടാമത്തെ എന്താ, ഫോക്കസ് ഓൺ ഫീലിങ്സ്. ചിന്തകൾ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഫീലിങ്സ് ആയിട്ട് റിലേറ്റഡ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒക്കെ കൃത്യമായിട്ടാണ് നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത്, ആ ക്യാരക്ടറിൻ്റെ ഫീലിങ്സ് ഒക്കെ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക. സാഹചര്യത്തിനനുസരിച്ച് ചിന്തിക്കുക. ഓക്കെ, ഇപ്പം മൊയ്ന എന്ന് പറയുന്ന ആൾ വലിയ നിലയിലെത്തിയാൽ ചിന്തിക്കുന്ന രീതിയും അവർ കുഞ്ഞായിരിക്കുമ്പോൾ ചിന്തിക്കുന്ന രീതിയും രണ്ടല്ലേ. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചുള്ള ചിന്തകൾ എഴുതുക. ഡു നോട്ട് നറേറ്റ് ദ സ്റ്റോറി അഗൈൻ. മൊത്തം കഥയൊന്നും വീണ്ടും എഴുതേണ്ടതില്ല. യൂസ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്ക്ലമേഷൻസ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ആ സ്ഥലത്ത് ഒരു ചോദ്യചിഹ്നം ഇടുക, അല്ലെങ്കിൽ ഫീലിങ്സ് കാണിക്കുകയാണെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ തോട്ട്സ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ചിബിയുടെ തോട്ടുകൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയാലോ. ഐ ഫീൽ വെരി ലോൺലി ഇൻ സ്കൂൾ. എനിക്ക് സ്കൂളിൽ ഭയങ്കര ഏകാന്തത തോന്നുന്നു. നോ വൺ ടോക്സ് ടു മീ. എന്നോട് ആരും മിണ്ടുന്നില്ല. ആൻഡ് എവറി വൺ കോൾസ് മീ നെയിംസ്. എന്നെ പല പേരും വിളിച്ച് കളിയാക്കുന്നു. കണ്ടോ, ഇവിടെ ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്, മീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, സംടൈംസ് ഐ ഫീൽ ലൈക്ക് ക്രൈ. എനിക്ക് കരയാൻ തോന്നും. ആ ഫീലിങ്സ് അവിടെ കാണിക്കുന്നത്. ബട്ട് ഐ കീപ് ക്വൈറ്റ്. എന്നാൽ ഞാൻ നിശബ്ദനായിരിക്കുന്നു. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ഫ്രണ്ട്സ്. കൂട്ടുകാരുണ്ടാക്കണമെന്ന് എങ്ങനെ എനിക്കറിയില്ല. ആൻഡ് ദാറ്റ് മേക്സ് മീ ഫീൽ അഫ്രൈഡ്. ബട്ട് നൗ ഐ ലൈക്ക് വാച്ചിങ് നേച്ചർ ആൻഡ് ലിസണിങ് ടു സൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റൈലിൽ എഴുതുക. നമുക്ക് വേറൊരാളുടെ തോട്ടും കൂടെ നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊയ്ന ടീച്ചർ ആയതിനു ശേഷം അവർ ചിന്തിക്കുന്ന രീതി നോക്കൂ. നൗ ഐ ഫീൽ കോൺഫിഡൻറ്റ് ആൻഡ് റെസ്പോൺസിബിൾ. എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസമുണ്ട്, അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധമുണ്ട്. ഐ വോണ്ട് ചിൽഡ്രൻ ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് തിങ്സ് പ്രോപ്പർലി. എനിക്ക് കുഞ്ഞുങ്ങൾ പഠിക്കണം, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഐ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഐ ഫീൽ ഹാപ്പി വെൻ ദേ ആസ്ക് ക്വസ്റ്റ്യൻസ്. കണ്ടോ, അവരുടെ ഒരു സന്തോഷം, ആ ഫീലിങ്സ് അവിടെ കാണിക്കുന്നുണ്ടോ. ഐ ഫീൽ ദാറ്റ് ലേണിംഗ് ബിക്കംസ് മോർ ഇൻട്രസ്റ്റിംഗ് വെൻ വി ആസ്ക് വൈ. ഐ ഫീൽ പ്രൗഡ് ദാറ്റ് ഐ ഹാവ് ചേഞ്ച് ഫ്രം എ ഗേൾ ഹു ആസ്ക് ക്വസ്റ്റ്യൻസ് could give teachers. I want to help others think and learn. അവരുടെ ഒരു ചിന്താ രീതിയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ മൊയ്ന ഒരു ടീച്ചർ ആയതിനു ശേഷമുള്ള കാര്യമല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മക്കൾ ഒരു കാര്യം ചെയ്യുക, വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇങ്ങനെ തോട്ട്സുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം തോട്ട്സുകളൊക്കെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ഓർക്കുക, ഫസ്റ്റ് പേഴ്സണിൽ തന്നെ എഴുതുക. മൊത്തം കഥയൊന്നും പറയേണ്ട. ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഫീലിങ്സ് കാണിക്കുക. വല്ല സംശയങ്ങൾ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തോട്ട്സിൻ്റെ മാർക്ക് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആയിട്ട് സാറ് ഇനിയും വരുന്നതാണ്. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.